ഹായ് മക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ മറ്റൊരു വിഷയമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ അക്കൗണ്ടിങ് നമ്മൾ ഇത്രയും ദിവസം പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ അക്കൗണ്ടിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്താണ്? അതായത് ഈ അക്കൗണ്ടിങ് വർക്കൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യം എന്താണെന്നാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ലക്ഷ്യം എന്താണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയും. നിങ്ങൾക്ക് +1 പലപ്പോഴും 4 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഇത്. അക്കൗണ്ടന്റ് ആവാനുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇതിൽ തിയററ്റിക്കൽ നോളജ് മാത്രമാണ് ഈ ടോപ്പിക്കിലുള്ളത്. നമുക്ക് മറ്റ് വിഷയങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു, അക്കൗണ്ട്സ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇത് ഗുണം ചെയ്യുന്ന വീഡിയോ ആണ് എന്നുള്ളത്. അവർക്കിത് കണ്ടില്ലെങ്കിലും വലിയ കുഴപ്പം ഇല്ല. എങ്കിലും അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്താണ്, എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം നമുക്ക് ഇതിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ അവരും കൂടെ കാണുക. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മാറ്റർ. എന്താണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്? ഈ അക്കൗണ്ടിങ് എന്ന് പറയുന്ന സംഗതിക്ക് അല്ലെങ്കിൽ ഈ വിഷയത്തിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ്. മെയിനായിട്ട് 4 പോയിന്റാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഞാൻ സിമ്പിളായിട്ട് അതിവിടെ എഴുതാം, അതിനുശേഷം നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങളിവിടെ നോക്ക്, 4 പോയിന്റ് കാണുന്നുണ്ട്. ഇതിൽ ഈ 4 പോയിന്റും ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഒരു അക്കൗണ്ടിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്. നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് നോക്കാം. ഓക്കെ, ടു മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് ബിസിനസ് റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഒബ്ജക്റ്റീവ്. എന്തിനാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ വീണ്ടും ഡിസ്കസ് പറയുന്നില്ല. കാരണം എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായിട്ട് കംപ്ലീറ്റ് പറഞ്ഞത് അതൊക്കെ തന്നെയാണ്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം. ഓക്കെ, അത് നിയമപരമായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്, പിന്നെ മുതലാളിക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. മനസ്സിലായല്ലോ ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തത് കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറയും. അതായത് ലാഭനഷ്ടം കണ്ടുപിടിക്കുക എന്നാണ് ആ പോയിന്റിന്റെ അർത്ഥം. സ്ഥാപനത്തിന് ലാഭമായിരിക്കാം, നഷ്ടമായിരിക്കാം. അത് നമ്മളെങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഈ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം അതിൻ്റെ ഫൈനൽ സമ്മറി കണ്ടെത്തി അതിൽ നിന്ന് ആണ് നമ്മൾ ആ ഉത്തരത്തിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോൾ അത് കണ്ടെത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇത് റെക്കോർഡ് ചെയ്തേ മതിയാവുള്ളൂ അല്ലേ? ഏതെങ്കിലും കുറച്ച് ഡാറ്റ വിട്ടുപോയി കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ആൻസറിൽ എത്തുമോ? നമ്മൾ എത്തില്ല. അപ്പോൾ ഇറ്റ് ഈസ് നെസസറി ടു കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് എ ബിസിനസ് കൺസേൺ, അങ്ങനെയാണ് പറയുക. മൂന്നാമതാണ് ഫിനാൻഷ്യൽ പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറയും. എന്താ ഫിനാൻഷ്യൽ പൊസിഷൻ? ഇവിടെ നമ്മൾ ലാഭനഷ്ടം മാത്രമാണ് സ്ഥാപനത്തിൻ്റെത് കണ്ടുപിടിക്കുന്നത്. ഇത് ഒരു വർഷത്തിലുള്ള അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിലുള്ള നമ്മളുടെ ബിസിനസിന്റെ പ്രവർത്തന ഫലം മാത്രമാണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം സ്വത്ത് നമുക്ക് കിട്ടില്ല. നമുക്ക് സ്ഥാപനത്തിന്റെ മൊത്തം സാമ്പത്തിക സ്ഥിതി എന്താണ്, ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ അക്കൗണ്ടിങ് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. അടുത്തത് ഇൻഫർമേഷൻ അവൈലബിൾ ടു വേരിയസ് ഗ്രൂപ്പ്. ഈ പറയുന്ന കണക്കുകളും കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് പല ആളുകൾക്കും ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഈ കണ്ടുപിടിക്കുന്ന സാധനങ്ങളെല്ലാം പല ആളുകൾക്കും വേണ്ടിയിട്ടാണ് കണ്ടുപിടിക്കുന്നത് എന്ന് പറയാം അല്ലേ? നമ്മുടെ ലാഭവും നഷ്ടവും ഫിനാൻഷ്യൽ പൊസിഷനും ഒക്കെ കണ്ടുപിടിക്കുന്ന എന്തിനാ? ഒന്ന് മുതലാളിക്ക് വേണ്ടിയിട്ടാണ്, രണ്ടാമത്തത് ബാങ്കിന് വേണ്ടിയിട്ടാണ്. എന്തിനാ ബാങ്കിനിത്? ഞാനൊരു ബിസിനസ് നടത്തുന്ന ആളാണെന്ന് വിചാരിക്കാം. എൻ്റെ പ്രോഫിറ്റ് ലോസും ബാലൻസ് ഷീറ്റും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ബാങ്കിന് തീരുമാനിക്കാം ഇവന് ലോൺ കൊടുക്കണോ വേണ്ടയോ. എൻ്റെ നല്ല പൊസിഷൻ ആണെങ്കിൽ ബാങ്ക് എനിക്ക് ലോൺ തരും. ഞാൻ ആകെ ഇടിഞ്ഞു പൊളിഞ്ഞ് തീരാനായിട്ടുള്ള അവസ്ഥയിലാണെങ്കിൽ ബാങ്ക് എനിക്ക് ലോൺ തരുമോ? ഒരിക്കലും തരില്ല. അപ്പം ബാങ്കിന് ഇത് അറിയണം. ഓക്കെ, പിന്നെ ഗവൺമെന്റിന് അറിയണം. എന്തിനാ ഗവൺമെന്റിന് അറിയുന്നത്? ഞാൻ എത്ര ലാഭം ഉണ്ടാക്കുന്നുണ്ട്, അതിനനുസരിച്ചുള്ള കൃത്യമായിട്ടുള്ള ഇൻകം ടാക്സ് ഇവൻ അടക്കുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ആർക്കറിയണം? ഗവൺമെന്റ് ഏജൻസിക്ക് അറിയണം. അപ്പോൾ അവരാവശ്യപ്പെടും നിയമപരമായിട്ട് ഇത് ചെയ്തേ മതിയാവുള്ളൂ. ചില ബിസിനസ്സുകാർ, അത് എല്ലാവരും ചെയ്യണമെന്നല്ല, അതിനൊക്കെ ഒരുപാട് ക്രൈറ്റീരിയാസ് മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് ഇതിൽ ആവശ്യമില്ല, പിന്നീട് എപ്പോഴെങ്കിലും പറയാം. ഓക്കെ, അപ്പോൾ ഈ 4 പോയിന്റ്സ് ആണ് നിങ്ങൾ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത്. പലപ്പോഴും +1 പരീക്ഷയ്ക്ക് 4 മാർക്കിന് ചോദിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. എന്താണ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാഭനഷ്ടം കണ്ടുപിടിക്കുക, സാമ്പത്തിക സ്ഥിതി കണ്ടുപിടിക്കുക, ഇത് വേണ്ട ഈ ഇൻഫർമേഷൻ വേണ്ട ആളുകൾക്ക് കൃത്യമായിട്ട് അത് എത്തിച്ചു കൊടുക്കുക, പിന്നെ ഇതൊക്കെ ചെയ്യുന്നത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഇതിൻ്റെ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. ഓക്കെ,
അവിടെ തുടങ്ങിയിട്ട് പിന്നീട് ഓരോന്നിലേക്ക് വരികയാണ്. ആക്ച്വലി ഈ 4 പോയിന്റ് കൃത്യമായിട്ട് ഈ 4 പോയിന്റ് പഠിച്ചിട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു ചെറിയ ടോപ്പിക്കാണ്. ഇതിൽ നമുക്ക് കൂടുതൽ പറയാനൊന്നുമില്ല, പക്ഷേ എങ്കിലും നിങ്ങളിത് മനസ്സിലാക്കി വെക്കണം. കാരണം തെറ്റിദ്ധാരണകൾ ഉണ്ടാവും അല്ലേ? അല്ലെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും നിങ്ങൾ ഈ അക്കൗണ്ട്സ് ആണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് ആണ് പഠിക്കുന്നത്, കൊമേഴ്സ് ആണ് പഠിക്കുന്നത് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി എങ്ങാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നാൻ പാടില്ല. അതുകൊണ്ട് ഈ ഒരു ചെറിയ കാര്യം കൂടെ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാണ്. എല്ലാവരും ഇത് എഴുതിയെടുക്കുക. എന്താ പേര്? ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ വിവിധ രൂപങ്ങൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള അക്കൗണ്ടിങ് ഉണ്ട്. അത് ഏതൊക്കെ എന്നാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എഴുതിയെടുക്കുക. ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ്. ക്ലിയർ? ഇപ്പോൾ നിലവിൽ മെയിനായിട്ട് 3 തരം അക്കൗണ്ടിങ് ആണുള്ളത്. ഓക്കെ, ഒന്നാമത്തത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയും. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. രണ്ടാമത്തതിൻ്റെ പേര് കോസ്റ്റ് അക്കൗണ്ടിങ് എന്നാണ്. മൂന്നാമതൊരെണ്ണം കൂടെ ഉണ്ട്, അതിൻ്റെ പേര് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്നാണ്. ഈ 3 പേരും നിങ്ങൾ കൃത്യമായിട്ട് അവിടെ എഴുതി വെക്കണം. ഓക്കെ, ഇത് നമുക്ക് ആവശ്യമുള്ളതാണ്. ഇതിൽ നമ്മൾ പഠിക്കുന്നത് ഇപ്പം ഡിസ്കസ് ചെയ്യുന്നത് +1 എന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പഠിക്കുന്നത് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതാണ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. ഓക്കെ, അതെന്താണെന്നുള്ള എല്ലാവർക്കും അറിയാലോ. നമ്മൾ ഡെഫിനിഷൻ ഉൾപ്പെടെ എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. രണ്ടാമത്തെ സാധനമാണ് എന്ത്? കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെലവ് എന്നാണ് അർത്ഥം. നമ്മൾ ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ നിന്ന് അല്ലെങ്കിൽ ടൗണിൽ പോയിട്ട് സാധനങ്ങൾ മേടിച്ച് നമ്മളെ കടയിൽ കൊണ്ടുവെക്കുന്നു, അവിടുന്ന് നമ്മൾ മറ്റുള്ള ആൾക്കാർക്ക് സെയിൽ ചെയ്യുന്നു. ഇങ്ങനെയുള്ള കച്ചവടത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി ഇങ്ങനെ അല്ലാത്ത ചില കച്ചവടങ്ങളുണ്ട്. സാധനം മേക്കിംഗ് നടത്തുക, അല്ലെങ്കിൽ ഉണ്ടാക്കുക, പ്രൊഡ്യൂസ് ചെയ്യുക, ഉൽപ്പാദിപ്പിക്കുക, എന്നിട്ട് വിൽക്കുന്ന സ്ഥാപനങ്ങൾ. അപ്പോൾ ഒരു സാധനം ഉണ്ടാക്കണമെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് വല്ല ബേക്കറി ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ബേക്കറി ഉണ്ടാക്കാൻ പല സാധനങ്ങളും വേണ്ടി വരും അല്ലേ? ഒരു 4, 5, 6, 7, 10 ഐറ്റംസ് കൂട്ടി മിക്സ് ചെയ്ത് പല അളവിലൊക്കെ എടുത്തിട്ടാണ് ബേക്കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ചിലവ് വരും. ആ ചിലവ് മാക്സിമം കുറയ്ക്കുക, എന്ത് ചെയ്യുക, എന്നിട്ട് പരമാവധി ഉൽപ്പാദനം നടത്തുക എന്നുള്ളൊരു സംഗതി അവിടെ ഉണ്ട്. അപ്പോൾ ആ കേസിൽ നമ്മൾ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്കൗണ്ട്സിൻ്റെ പേരാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ളത്. അതായത് ഒരു മാനുഫാക്ചറിങ് സ്ഥാപനത്തിലാണ് കോസ്റ്റ് അക്കൗണ്ടിങ് കാര്യമായിട്ട് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം മേക്കിംഗ് നടത്തുമ്പോഴാണ് ഈ അക്കൗണ്ട്സ് നമ്മൾ കാര്യമായിട്ട് അവിടെ അപ്ലൈ ചെയ്യുക. അതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഇനി മൂന്നാമതൊരെണ്ണം കൂടെ ഉണ്ട്, അതിൻ്റെ പേരാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ മൂന്നാമതായിട്ട് പറയുന്ന മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊന്നുമില്ല. മാനേജ്മെൻറ്റിന് ആ സ്ഥാപനമായിട്ട് ബന്ധപ്പെടുന്ന ഡിസിഷൻ മേക്കിംഗ് വല്ലതും നടത്തണമെങ്കിൽ അവർക്ക് ചില ഡാറ്റകൾ ആവശ്യമുണ്ടാവും. അതായത് അക്കൗണ്ട്സ് ഡാറ്റകൾ ആവശ്യമുണ്ടാവും. ആ ഡാറ്റകൾ പ്രൊവൈഡ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക വിഭാഗം അക്കൗണ്ടിങ് ആണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അപ്പോൾ ഞാനതിനെ കൂടുതൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പറയാനൊന്നും മെനക്കെടുന്നില്ല. ഇവിടെ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്താണ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്താണ്, കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ് എന്നുള്ളത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും തമ്മിൽ എന്താ വ്യത്യാസം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഇൻറ്റേർണൽ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് മറ്റ് പല ആളുകൾക്കും ആവശ്യമുണ്ടാവും. ബാങ്കിന് നേരത്തെ പറഞ്ഞു അല്ലേ, അല്ലെങ്കിൽ ഗവൺമെൻറ്റിന്, അങ്ങനെ ഉള്ള എല്ലാ ആൾക്കാർക്കും നിയമപരമായിട്ട് ചെയ്യുന്നതാണ്. ഇത് മാനേജ്മെൻറ്റ് ഓപ്പറേഷന്, അവരുടെ പ്രവർത്തനത്തിന്, അവർക്ക് ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നതിന്, നടത്തുന്നതിന് വേണ്ടി മാത്രം ഉണ്ടായിട്ടുള്ള അക്കൗണ്ട്സ് ആണ് എന്ത്? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അപ്പോൾ ഇത് നിങ്ങൾ ഓർമ്മിക്കണം. ചെലവുകൾ കണക്കിലെഴുതുന്ന അക്കൗണ്ടിങ് ആണ്. മാനേജ്മെൻറ്റിന് ഡിസിഷൻ മേക്കിംഗ് നടത്താൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട്സ് ആണിത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, അല്ലെങ്കിൽ മാനേജീരിയൽ അക്കൗണ്ടിങ് എന്നും കൂടെ പറയും. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, സ്ഥാപനത്തിൻ്റെ ലാഭനഷ്ട കണക്കുകളും ഫിനാൻഷ്യൽ പൊസിഷനും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട്, അത് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എല്ലാം എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് രീതിയാണ്. ഓക്കെ, ഇതിൽ നമ്മൾ പഠിക്കുന്ന ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. മറ്റ് കാര്യങ്ങൾ നിങ്ങൾ പിന്നീട് പഠിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതെല്ലാവരും കൃത്യമായിട്ട് കേൾക്കണം. നമ്മൾ കണക്കിൻ്റെ ഒരു സ്റ്റെപ്പ് ആരംഭിക്കാൻ ഏകദേശം ആയിട്ടുണ്ട്. അതിന് മുന്നേ നമുക്ക് കുറച്ച് ടേംസ് പഠിക്കണം. അടുത്ത ക്ലാസ് മുതൽ ആ ടേംസ് ആണ് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരോടും സി യു. ഒരിക്കൽ കൂടി ബൈ, സി യു.